ഹലോ, ഞാൻ പ്രതാപൻ. മൈക്രോസോഫ്റ്റ് എക്സലിൽ പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ബില്ലുകൾ തയ്യാറാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇൻവോയ്സുകൾ, ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോഴും അതിനോടൊപ്പം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന വാല്യൂസിനെ വേഡ് രൂപത്തിൽ നമ്മൾക്ക് എഴുതേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന പല സന്ദർഭങ്ങളിൽ നമ്മൾ മാനുവലായിട്ടാണ് എഴുതി ചേർക്കാറുള്ളത്. എക്സാമ്പിളായിട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിൻ്റെ കറക്റ്റ് വേഡ് ഫോം നമുക്കവിടെ ലഭ്യമാകണം. അതിനുവേണ്ടി മൈക്രോസോഫ്റ്റിൽ ഒരു ഫോർമുലയുടെ സഹായത്തിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിലത് തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയങ്ങളിൽ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. കമൻറ്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വാല്യൂസിൻ്റെ വേഡ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടുന്ന ഫോർമുല ഏതാണെന്ന് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ എങ്ങനെ ഫോർമുല എഴുതാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 1-2 വാല്യൂസുകൾ എഴുതുന്നുണ്ട്. ആ വാല്യൂസുകൾ എങ്ങനെയാണ് നമുക്ക് വേഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആദ്യം ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് കീബോർഡിൽ നിന്ന് @ സിമ്പിൾ റൈറ്റ് ചെയ്യുക. ദെൻ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത്. num2 വേഡ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമുല ആൾറെഡി ഇവിടെ ഉണ്ട്. നമുക്കറിയാം മൈക്രോസോഫ്റ്റ് എക്സലിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലകളെയാണ് ഫംഗ്ഷനുകളെന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടേക്ക് ഉപയോഗിക്കപ്പെടുന്നത്. ആദ്യം ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്യുക. @ സിമ്പിൾ നമ്പർ 2 വേഡ്സ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിലുള്ള സെല്ലിലെ വാല്യൂവിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള വേഡ് ഫോമിനെ നമുക്കവിടെ ലഭ്യമാകുന്നുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ലഭ്യമാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.